ഞാൻ എൻ്റെ വണ്ടി എടുത്തിട്ട് ഇപ്പോൾ 4 വർഷം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ 4 വർഷവും 25,000 കിലോമീറ്റർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് ഈ വണ്ടിയിൽ ഇഷ്ടപ്പെടാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് ഇന്നത്തെ വീഡിയോയിൽ നിന്ന് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ വിതൗട്ട് വേസ്റ്റിംഗ് മച്ച് ടൈം ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. ഈ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് ഒരു സിറ്റി യൂസിലൊക്കെ ഓക്കെ എന്ന് പറയാം. ഹൈവേയിലോട്ടൊക്കെ പോകുമ്പോൾ ഒരു ഓക്സ് ലാംപ്സിൻ്റെ സഹായം എന്തായാലും വേണ്ടി വരും. ഞാൻ എൻ്റെ വണ്ടിയിൽ വെച്ചിട്ടുള്ളത് മാഡ് ഡോഗ് എന്ന ബ്രാൻഡിൻ്റെ ഒരു ഓക്സ് ലാംപ്സ് ആണ്. ഞാൻ ഇത് അപ്ഗ്രേഡ് ചെയ്തിട്ട് വൈഷ്ണു എന്ന ബ്രാൻഡിൻ്റെ ഒരു പ്രൊജക്ട് ഹെഡ് ലാംപ്സ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അതായത് നമ്മുടെ ഈ കാണുന്ന സ്റ്റോക്ക് ഹെഡ് ലാംപ്സ് കഴിച്ച് മാറ്റിയിട്ട് അവിടെ വൈഷ്ണുയുടെ ഒരു പ്രൊജക്ട് ഹെഡ് ലാംപ്സ് വയ്ക്കും. അതിന് പ്രൈസ് വരുന്നത് 8,000 to 11,000 ആണ്. ഞാനത് നോക്കുന്നുണ്ട്. പ്രോബബ്ലി ചിലപ്പോൾ അതിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമായിരിക്കും. വൈഷ്ണു ഹെഡ് ലാംപ്സ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഓക്സ് ലാംപ്സിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. പിന്നെ പറയാനുള്ളതാണ് വണ്ടിയുടെ മിറേഴ്സ്. CB350യുടെ കൂടെ സ്റ്റോക്ക് വരുന്ന മിറേഴ്സ്, അതിപ്പോൾ RS ആയിക്കോട്ടെ, ഹൈനസ് ആയിക്കോട്ടെ, അതല്ല ഇപ്പോൾ ഇറങ്ങുന്ന പുതിയ CB350 ആയിക്കോട്ടെ, മൂന്നിലും സെയിം മിറേഴ്സ് തന്നെയാണ് വരുന്നത്. അത് സിറ്റി യൂസിലൊക്കെ ഓക്കെയാണ്. പക്ഷേ നമുക്കൊരു ഹൈവേ റൈഡ്സിലൊക്കെ പോകുമ്പോൾ ആ മിറർ ഭയങ്കര ചെറുതാണ്. ആ മിറർ ചെറുതായതുകൊണ്ട് തന്നെ ഒരു സൊല്യൂഷനായിട്ട് ഞാനൊരു ബ്ലൈൻഡ് ഫോൾഡ് മിറേഴ്സൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് വൈബ്രേഷൻ കാരണം 2 തവണ അത് ഊരിപ്പോയതല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ഓർത്തത് മാറ്റി CB300Rൻ്റെ മിറേഴ്സാണ് ഞാൻ ഈ വെച്ചിരിക്കുന്നത്. മിറേഴ്സ് കഴിഞ്ഞാൽ അടുത്ത് നിങ്ങൾ ശ്രദ്ധിക്കാൻ പോകുന്ന ഈ ഹാൻഡിൽ ബാർ ആയിരിക്കും. അതായത് ഞാൻ എൻ്റെ വണ്ടിയുടെ ഹാൻഡിൽ ബാർ മാറിയിട്ടുണ്ട്. ഇത് ആട്ടോ മോട്ടോർ സൈക്കിൾസ് എന്ന ബ്രാൻഡിൻ്റെ ഒരു ടൂറിംഗ് ഹാൻഡിൽ ബാറാണ്. നിങ്ങൾ കൂടുതലും ഹൈവേ ടൂറിംഗ് അല്ലെങ്കിൽ ലോങ് ഡിസ്റ്റൻസ് ഒക്കെ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഹാൻഡിൽ ബാർ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഉപകാരപ്പെടും. നിങ്ങൾ ഹാൻഡിൽ ബാർ മാറണമെന്നില്ല, നിങ്ങൾക്ക് ഒരു ഹാൻഡിൽ ബാർ റൈസേഴ്സ് ആയാലും യൂസ് ചെയ്യാം. പക്ഷേ എനിക്കൊരു വൈഡ് ഹാൻഡിൽ ബാർ വേണമെന്നുണ്ടായിരുന്നു. CB350യുടെ സ്റ്റോക്ക് വരുന്ന ഹാൻഡിൽ ബാർ ഭയങ്കര ഷോർട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വൈഡ് ഹാൻഡിൽ ബാർ ഞാൻ ചെയ്തത്. ആൻഡ് ഐ എം വെരി ഹാപ്പി വിത്ത് ഇറ്റ്. പിന്നെ പറയാനുള്ളതാണ് ഈ ക്രാഷ് ഗാർഡ്സ്. ഞാൻ അറിയാതെ എൻ്റെ ബൈക്ക് എടുത്ത സമയത്ത് ഞാൻ സ്റ്റോക്ക് ക്രാഷ് ഗാർഡ്സ് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ വീട്ടിൽ അഴിച്ചു വെച്ചിരിക്കുകയാണ്. ഞാൻ ഈ വെച്ചിരിക്കുന്ന ക്രാഷ് ഗാർഡ്സ് സാന എന്ന ബ്രാൻഡിൻ്റെയാണ്, വിച്ച് ഇസ് പ്രിറ്റി ഗുഡ്. ഞാൻ 2-3 വീഴ്ചയൊക്കെ വീണിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ബൈക്കിൽ ഇപ്പോൾ റീസെൻ്റ്ലി കുറച്ച് ഓഫ് റോഡ്സ് ഒക്കെ പോയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ക്രാഷ് ഗാർഡ് ഉള്ളതുകൊണ്ട് വണ്ടി ടോട്ടലി സേഫ് ആയിരുന്നു. സൈലൻസറിനോ എവിടെയോ സ്ക്രാച്ച് ഇല്ല എന്നുള്ളത് എടുത്ത് തന്നെ പറയണം. നേരെ മറിച്ച് അന്ന് വണ്ടി വീണ സമയത്ത് സ്റ്റോക്ക് ക്രാഷ് ഗാർഡ് ആയിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി എൻ്റെ ടാങ്ക് പോയിട്ടുണ്ടാവും. അതുകൊണ്ട് CB350 ഉള്ളവരും CB350 എടുക്കാൻ ഉദ്ദേശിക്കുന്നവരും സ്റ്റോക്ക് ക്രാഷ് ഗാർഡ് വാങ്ങി പൈസ കളയാണ്ടിരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. പിന്നെ പറയാനുള്ള എൻ്റെ ബ്രേക്ക് പാഡ്സ്. ഞാൻ വെസ്റ്റയുടെ ബ്രേക്ക് പാഡ്സാണ് ഇട്ടിരിക്കുന്നത്. സ്റ്റോക്ക് ബ്രേക്ക് പാഡ്സിൻ്റെ ലൈഫും ബൈറ്റും വളരെ മോശമായിരുന്നു. എൻ്റെ റെയർ ബ്രേക്ക് പാഡ്സ് ലാസ്റ്റ് ചെയ്ത് 4,000 കിലോമീറ്റേഴ്സും ഫ്രണ്ട് ബ്രേക്ക് പാഡ്സ് ലാസ്റ്റ് ചെയ്ത് എനിക്ക് 6,000 കിലോമീറ്റേഴ്സുമാണ്. അത് കഴിഞ്ഞ് ഞാൻ വെസ്റ്റയുടെ പാഡ്സ് എടുത്തിപ്പോൾ നിയർലി 15-20,000 കിലോമീറ്റേഴ്സായി. ഇപ്പോഴും ഒരു കുഴപ്പമില്ല, സ്മൂത്തായിട്ട് ഓടുന്നുണ്ട്. ഒരു പെയറിൻ്റെ റേറ്റ് എനിക്ക് വന്നത് 1,200 റുപ്പീസായി. പിന്നെ പറയാനുള്ളതാണ് വണ്ടിയുടെ സീറ്റ്സ്. ഞാൻ 4 വർഷം മുന്നേ മേടിക്കുമ്പോൾ എനിക്ക് ഈ സ്പ്ലിറ്റ് സീറ്റ്സ് സ്റ്റോക്ക് കിട്ടില്ലായിരുന്നു. ഈ സ്പ്ലിറ്റ് സീറ്റ് ഞാൻ 3,500 റുപ്പീസ് കൊടുത്ത് എക്സ്ട്രാ മേടിച്ചതാണ്. അതിൻ്റെ കുഷനും ഭയങ്കര ഹാർഡായിരുന്നു. ഞാൻ ഈ വണ്ടി എടുക്കാനുള്ള മെയിൻ റീസൺ എനിക്ക് പില്ലിയൻ കൂടെ എപ്പോഴും ഉണ്ടാവാറുണ്ടായിരുന്നു. പില്ലിയനായിട്ടാണ് എപ്പോഴും ഹൈവേ ടൂറിങ് പോകാറ്. അപ്പോൾ പില്ലിയൻ കംഫർട്ടും എനിക്ക് പ്രാധാന്യമായിരുന്നു. പില്ലിയൻ കംഫർട്ടൊക്കെ അവിടെ നിൽക്കട്ടെ, റൈഡർ കംഫർട്ട് തന്നെ ഈ വണ്ടിക്ക് ഇല്ലയെന്ന് തന്നെ പറയണം. നിങ്ങൾക്ക് ഇപ്പോൾ ഈ സീറ്റ് കാണുമ്പോൾ മനസ്സിലാവും ഇത് സ്റ്റോക്ക് സീറ്റ് അല്ല എന്നുള്ളത്. സ്റ്റോക്ക് സ്പ്ലിറ്റ് സീറ്റ്സ് ഞാൻ അപ്ഗ്രേഡ് ചെയ്തതാണ്. ഇതിൻ്റെ അകത്ത് ജെല്ല് ചെയ്തിട്ടുണ്ട്. ഞാൻ വണ്ടി എടുത്തൊരു 6 മാസം കഴിഞ്ഞപ്പോൾ ജെൽ സീറ്റ് ആക്കിയതാണ്. ഇറ്റ് ഈസ് വേ കംഫർട്ടബിൾ നൗ. ഒരൊറ്റ സ്ട്രെച്ച് 200 കിലോമീറ്റേഴ്സൊക്കെ നിർത്താതെ പോകാൻ പറ്റും. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ വരുന്ന CB350 ഹൈനസിലൊക്കെ സ്പ്ലിറ്റ് സീറ്റ്സ് ആണ് സ്റ്റോക്ക് വരുന്നത്. പക്ഷേ എങ്കിലും അതിൻ്റെ സീറ്റ് ഹാർഡായിരിക്കും. അപ്പോൾ നിങ്ങളൊരു സീറ്റ് അപ്ഗ്രേഡ് എന്തായാലും ചെയ്യേണ്ടി വരും. പിന്നെ പറയാനുള്ളതാണ് ഹോണ്ട CB350യുടെ ട്രഡീഷണൽ വോബ്ലിംഗ്. അതെനിക്ക് മനസ്സിലായിട്ടുള്ളത് ഈ വണ്ടിയുടെ ടയറിൻ്റെ ഇഷ്യൂ ആണെന്നുള്ളതാണ്. ഞാൻ ഈ വണ്ടി എടുത്ത് ഒരു 2,000 കിലോമീറ്റേഴ്സ് ആയപ്പോഴാണ് ഫസ്റ്റ് എനിക്ക് വോബ്ലിംഗ് കിട്ടുന്നത്. അന്ന് ഞാൻ ഹോണ്ട ബിഗ് വിങ് സർവീസിൽ പോയി വണ്ടി 2 ദിവസം അവിടെ വെച്ചു. അവർ നോക്കിയിട്ട് പറഞ്ഞു വീൽ ബെയറിംഗ് ഒരു ഇഷ്യൂ ഇല്ല, അലോയ്ക്ക് ഒരു ഇഷ്യൂ ഇല്ല, ടയറിൻ്റെ പ്രശ്നമാണ്, അത് MRFൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വാറണ്ടിയിൽ റീപ്ലേസ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. പക്ഷെ അന്ന് കോവിഡ് സമയമായതുകൊണ്ട് MRF ഫുൾ ഷട്ട് ഡൗൺ ആയിരുന്നു. പക്ഷേ എനിക്ക് വീണ്ടും വേറൊരു MRFലേക്ക് മാറണം എന്നുണ്ടായിരുന്നില്ല. ഈ കാണുന്ന റേസിൻ്റെ ട്രെയിൽ 600 ടയേഴ്സാണ്. ഇതിൻ്റെ സെക്കൻഡ് പെയർ ഓഫ് ഫ്രണ്ട് ടയേഴ്സാണ്. ആദ്യം ഞാൻ ഇട്ടിരുന്നത് ടിംസൺ എന്ന ബ്രാൻഡിൻ്റെ ടയേഴ്സ് ആയിരുന്നു. ഇപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്നത് റേസിൻ്റെ ട്രെയിൽ 600 ടയേഴ്സാണ്. ഫ്രണ്ടും ബാക്കും ട്രെയിലർ തന്നെയാണ് കിടക്കുന്നത്. ഇതിൻ്റെ ചെറിയൊരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈവേസിൽ റോഡ് നോയ്സ് ഇത്തിരി കൂടുതലായിരിക്കും. ബാക്കി കംഫർട്ടിൻ്റെ കാര്യത്തിലും ഗ്രിപ്പിൻ്റെ കാര്യത്തിലും ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാവുന്ന ഒരു ടയർ തന്നെയാണ്. CB350 എടുക്കുന്നവരിൽ പലരും പറഞ്ഞു കേൾക്കുന്നതാണ് ക്രോമിൻ്റെ റസ്റ്റിംഗ് വരുന്ന ഇഷ്യൂ. എന്നെ സംബന്ധിച്ച് എനിക്കിപ്പോൾ 4 വർഷമായി. അത് ഞാൻ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. സൈലൻസറിൽ ചെറിയ രീതിക്കുള്ള റസ്റ്റിംഗ് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ബാംഗ്ലൂർ എപ്പോഴും മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കും. കഴിഞ്ഞ ഒരു 2 മാസം ഞാൻ ഫുൾ മഴയത്ത് തന്നെയായിരുന്നു ഓടിക്കൊണ്ടിരുന്നത്. ഈ വണ്ടി അങ്ങനെ കാര്യമായിട്ട് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. അത് എൻ്റെ നെഗ്ലിജൻസ് കാരണം സംഭവിച്ചാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ബെൻ പൈപ്പ് തുരുമ്പെടുത്ത് തുടങ്ങിയിട്ടുണ്ട്. നേരെ മറിച്ച് ഇപ്പോൾ സൈലൻസർ ആണെങ്കിലും ബാക്ക് ഫെൻഡർ ആണെങ്കിലും ഫ്രണ്ട് ഫെൻഡർ ആണെങ്കിലും ഒരു റസ്റ്റിൻ്റെ ഇഷ്യൂ എവിടെയും എൻ്റെ വണ്ടിയിലില്ല എന്നുള്ളത് എടുത്ത് തന്നെ പറയണം. പക്ഷേ ഹോണ്ടയുടെ ഗ്രൂപ്പിലൊക്കെ പലർക്കും റസ്റ്റിങ്ങിൻ്റെയും പെയിൻറ്റ് ചിപ്പ് ഓഫിൻ്റെയൊക്കെ പല ഇഷ്യൂസും ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഓൾമോസ്റ്റ് 4 വർഷം കഴിഞ്ഞപ്പോൾ ഓരോ വെൽഡിങ് പോയിന്റ്സിൽ എനിക്ക് ചെറിയ രീതിക്കുള്ള റസ്റ്റിംഗ് തുടങ്ങിയിട്ടുണ്ട്. റസ്റ്റിംഗ് എന്ന് പറയാൻ പറ്റില്ല, പെയിൻറ്റ് ചിപ്പ് ഓഫ് ആണത്. ആ കാണുന്നതിൽ കുറച്ച് റസ്റ്റിംഗ് കൂടി വന്നിട്ടുണ്ട്. അതായത് വെൽഡിംഗ് പോയിന്റ്സിൽ പെയിൻറ്റ് പൊളിഞ്ഞു പോയിട്ട് ചെറിയ രീതിക്കുള്ള തുരുമ്പ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അതെന്തെങ്കിലും നല്ലൊരു പ്രൈമർ അടിച്ചിട്ട് അതിൻ്റെ പക്കത്ത് ബ്ലാക്ക് പെയിൻറ്റ് അടിച്ച് കഴിഞ്ഞാൽ അത് സേഫായിട്ടിരുന്നോളൂ. പിന്നെ പലരും പറഞ്ഞു കേൾക്കുന്നതാണ് ബാറ്ററിയുടെ ഇഷ്യൂ. എൻ്റെ വണ്ടിയുടെ ബാറ്ററി എനിക്ക് നിയർലി 3 years and 2 months ആണ് ലാസ്റ്റ് ചെയ്തത്. അത് ഫുൾ ഡെഡ് ആയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വോൾട്ട് മീറ്റർ ചെക്ക് ചെയ്യുമായിരുന്നു. അതായത് രാവിലെയൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വോൾട്ട് മീറ്റർ ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മളിപ്പോൾ ഒരു 12 ആണെന്നുണ്ടെങ്കിൽ എഞ്ചിൻ ക്രാങ്ക് ചെയ്യുന്ന സമയത്ത് ഒറ്റ അടിക്ക് അത് കുറഞ്ഞ് 7.5, 8ലേക്കൊക്കെ എത്തുമായിരുന്നു. എൻ്റെ കൂടുതലും ഹൈവേ റൈഡ്സ് ആണ്. അതുകൊണ്ട് റിസ്ക് എടുക്കാൻ നിന്നില്ല. ഇവിടെ അടുത്തുള്ളൊരു ബാറ്ററി ഷോപ്പിലേക്ക് ഞാൻ ചെന്നു. പുള്ളിയുടെ അടുത്ത് ബാറ്ററി ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. പുള്ളി പറഞ്ഞു
ബാറ്ററിയുടെ ഓരോ സെല്ല് വീക്കായി തുടങ്ങുന്നുണ്ട്. പക്ഷേ ഇനി ഓടിക്കോളെന്ന് പറഞ്ഞു. ഈ സെല്ല് വീക്കാകുമ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഒരു സുപ്രഭാതത്തിലായിരിക്കും എൻ്റെ ബാറ്ററി അടിച്ച് പോകുന്നത്. ഞാൻ നോക്കിയപ്പോൾ ശ്രദ്ധിച്ചത് വണ്ടി 3 ഇയേഴ്സ് കഴിഞ്ഞു, ബാറ്ററി 3 ഇയേഴ്സ് റൺ ചെയ്തു. എക്സ്ചേഞ്ച് കൊടുത്തു കഴിഞ്ഞാൽ ഹാർഡ്ലി 900 റുപ്പീസാണ് എനിക്ക് ചിലവ് വന്നത്. ഞാനപ്പോൾ ആ റിസ്ക് എടുക്കാൻ നിന്നില്ല. ബാറ്ററി ഞാൻ എക്സ്ചേഞ്ച് കൊടുത്തിട്ട് ഇപ്പോൾ ഇട്ടിരിക്കുന്ന ആമറോണിൻ്റെ ബാറ്ററിയാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. അവിടെയും ഞാൻ കുറേ ഇഷ്യൂസ് കേട്ടു. ഇപ്പോൾ റീസെൻ്റ്ലി എടുക്കുന്ന CB350യുടെ ബാറ്ററി 3 മാസത്തിൽ പോകുന്നു, 6 മാസത്തിൽ ബാറ്ററി അടിച്ച് പോകുന്നു എന്നൊക്കെ കേൾക്കുന്നുണ്ട്. അത് പ്രോബ്ലി ടാറ്റയുടെ ബാറ്ററി ഇഷ്യൂ ആയിരിക്കും. ഇപ്പോഴും ടാറ്റയുടെ ബാറ്ററി തന്നെയാണ് സ്റ്റോക്ക് കൊടുക്കുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. അതിൻ്റെ ഇഷ്യൂ ആയിരിക്കും. പക്ഷേ അതിന് എനിക്ക് തോന്നുന്നു 1 ഇയർ വാറണ്ടി അവർ കൊടുക്കുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ അതൊരു പ്രശ്നം ഉണ്ടാകാൻ വഴിയില്ല. പക്ഷേ 1 ഇയർ കഴിഞ്ഞ് ഇപ്പോൾ ഒരു 1 ഇയർ ആൻഡ് 2 മന്ത്സ് കഴിഞ്ഞ് അടിച്ച് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ബാറ്ററി മാറേണ്ടി വരും. എന്നെ സംബന്ധിച്ച് എനിക്ക് ഈ ബാറ്ററി 3 ഇയേഴ്സ് ആൻഡ് 2 മന്ത്സ് ലാസ്റ്റ് ചെയ്തു. അതിലും കൂടുതലും പോയാൽ, പക്ഷേ എൻ്റെ ഓട്ടം കൂടുതൽ ഹൈവേസ് ആയതുകൊണ്ട് എനിക്ക് റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ബാറ്ററി റീപ്ലേസ് ചെയ്യുകയാണ് ചെയ്തത്. പിന്നെ ഒരു ചെറിയ പ്ലസ് പോയിന്റ് പറയാനുള്ളത്, എൻ്റെ വണ്ടി ഇപ്പോൾ 25,000 കിലോമീറ്റേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടും ചെയിൻ സ്പ്രോക്കറ്റിന് കുഴപ്പങ്ങളൊന്നുമില്ല. അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ഓൾമോസ്റ്റ് ആയി എന്നാണ് ലാസ്റ്റ് സർവീസിൽ പോയപ്പോൾ പറഞ്ഞത്. പ്രോബ്ലി ചിലപ്പോൾ ഒരു 30,000 ആകുമ്പോഴേക്കും മാറേണ്ടി വരുമായിരിക്കും. പക്ഷേ ആസ് ഓഫ് നൗ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഞാൻ എല്ലാ 500 കിലോമീറ്റേഴ്സ് കൂടുമ്പോൾ വണ്ടി ചെയിൻ ക്ലീൻ ചെയ്ത് ലൂബ് ചെയ്യാറുണ്ട്. ഇപ്പോൾ മഴയാണെന്നുണ്ടെങ്കിൽ ഒരു 200-250 കിലോമീറ്റേഴ്സ് കൂടുമ്പോൾ ഞാനത് ക്ലീൻ ചെയ്ത് ലൂബ് ചെയ്യാറുണ്ട്. അപ്പോൾ എല്ലാവരും അതിപ്പോൾ ഏതൊരു ബൈക്ക് ആയിക്കോട്ടെ 500 കിലോമീറ്റേഴ്സ് ഇൻ്റർവെല്ലിൽ ചെയിൻ ലൂബ് ചെയ്യുക. മഴക്കാലൊക്കെ ആണെങ്കിൽ 200-250 കിലോമീറ്റേഴ്സിൽ ചെയിൻ ക്ലീൻ ചെയ്ത് ലൂബ് ചെയ്ത് ശീലിക്കുക. ഈ വണ്ടിയുടെ എഞ്ചിൻ റിലയബിലിറ്റിനെ കുറിച്ച് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. ഐ എം വെരി ഹാപ്പി വിത്ത് ദ ബൈക്ക്. പിന്നെ ഒരു ലോങ് സ്ട്രോക്ക് എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ ഇതൊരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ബൈക്കല്ല. പിന്നെ ഹോണ്ട അവകാശപ്പെടുന്നുണ്ട് അത്യാവശ്യം ടോർക്ക് ഉണ്ടെന്നുള്ളതൊക്കെ. പക്ഷേ അത് എനിക്ക് വളരെ കുറവായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത് വെൻ കമ്പയർഡ് ടു റോയൽ എൻഫീൽഡ്. ഇപ്പോൾ ഹോണ്ട CB350 എടുക്കുന്നതിൽ ഒരു മെജോറിറ്റി വിഭാഗം റോയൽ എൻഫീൽഡ് ഓടിച്ച് നോക്കി ഇഷ്ടപ്പെടാത്തവരായിരിക്കും ഈ വണ്ടി എടുക്കുന്നത്. റോയൽ എൻഫീൽഡ് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇറ്റ് ഈസ് എ മച്ച് ബെറ്റർ റോയൽ എൻഫീൽഡ് എന്ന് വേണം പറയാനായിട്ട്. പിന്നെ ഈ വണ്ടിയിൽ ട്രാക്ഷൻ കൺട്രോളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളതുകൊണ്ടും അത്യാവശ്യം ഓഫ് റോഡ്സ് ഒക്കെ പോകുമ്പോൾ ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി ടോട്ടൽ റെസ്പോൺസ് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത്രയുമാണ് ഹോണ്ട CB350 ഹൈനസ് എടുത്തിട്ട് 4 ഇയേഴ്സ് കഴിഞ്ഞ് 25,000 കിലോമീറ്റേഴ്സ് കംപ്ലീറ്റ് ആയിട്ടുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ്. നിങ്ങൾ CB350 എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആരെങ്കിലാണെന്നുണ്ടെങ്കിൽ താഴെ കമൻസിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. നിങ്ങളൊരു CB350 യൂസ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും താഴെ കമൻസിൽ ഷെയർ ചെയ്യാം. ഇനിയൊരു വീഡിയോ കാണുന്നവരെ ദിസ് ഇസ് മീ സണി. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. റൈഡ് സേഫ്. ബൈ.